അശ്വതി, നീ എന്നെ നോക്കിയ ഇവിടെ ദൈവം തന്ന നിങ്ങൾ ആണിനെയാണ് ചോദിച്ചത്. സത്യം സത്യം ഇവിടെ ദൈവം ആണിനും പെണ്ണിനും പകരമായിട്ട് തന്ന ഇവിടെ ഒരു അത്ഭുതമായിട്ട് മാറാൻ എന്നോട് കർത്താവ് പറയുക, ഈ അശ്വതിയെ വർഷങ്ങൾക്ക് മുമ്പ് കെട്ടി ബന്ധിച്ച എമ്പലമെടുത്ത് രാവിലെ പൊട്ടിമാറാൻ പോവാ. ഞാൻ കാണുക അവൾ ഉന്നതമായി പഠിക്കുമ്പോലെ അവളെ ഭരണത്തിനെതിരെ കെട്ടി നിൽക്കുന്ന ആധിപത്യത്തിന്റെ ചങ്ങലകൾ ഇന്ന് രാവിലെ പൊട്ടിപ്പോകാൻ തുടങ്ങുക. അല്പമനഘടക സംഭവാരിയ, അല്പമനഘടക സതുരാമന അധികാരത്തോടെ യേശുവിന്റെ നാമത്തിൽ ഇവിടെ ഉദയിക്കുന്ന എല്ലാ ദുഷ്ടവ്യാപാരങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകും. ഈ 10 വയസ്സുകാരി കണ്ടോ, ഞാൻ കണ്ടറിയാം, ഇവള് ഉയർന്ന ഒരു പൊസിഷൻ. ശരിക്കും എന്നോട് ദൈവം IPS കാരിയാവണം. ഞാൻ പ്രാർത്ഥിക്കാം. എന്തുവാ ചെയ്യുന്നത്? നിങ്ങളെ ഞാൻ നിങ്ങൾ ഇവിടുന്ന് കാതി കമ്മലൊക്കെ ഇട്ടിരുന്ന എന്നോട് യേശു പറഞ്ഞു എല്ലാം ഉണ്ടായിരുന്നു, ഇപ്പൊ ഒന്നുമില്ല. പൂജ്യം. ദൈവം എന്നോട് പറയുന്നറിയാ, ഈ പൂജ്യത്തിൽ ദൈവം നിങ്ങളെ ഉയർത്താൻ പോവാ. നഷ്ടപ്പെട്ടവർ തിരിച്ചു വരാൻ പോവാ. നിങ്ങളെ വെറുതെ തകർത്തല്ല കേട്ടോ. 4-ാം വേദത്തോട് ബന്ധപ്പെട്ടുകൊണ്ട് വീട് കെട്ടിയതാ. എനിക്ക് കെട്ടിയ ആളാരാന്ന് അറിയാം. യേശു എന്നോട് പറയുന്നത് ഇന്ന് രാവിലെ കെട്ടുകയും പൊട്ടിച്ചു കളയാൻ പോവാ. രാജ്യം വിശ്വാസമുണ്ടോ? ഒരു യൂറോപ്യൻ രാജ്യത്ത് പാസ്പോർട്ട് ഉണ്ടോ? നമുക്ക് പാസ്പോർട്ട് എടുത്തോണം. ഫസ്റ്റ് ഇയറാ ഇവിടെ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും. ഒരു യൂറോപ്യൻ രാജ്യത്ത് പോകും കേട്ടോ. സാക്ഷ്യം പറഞ്ഞിട്ട് പോകാവും. അതിനുള്ള കാര്യമൊക്കെ ദൈവം ചെയ്യാൻ പോവാ. ഈ ഒരു ആയുസ് മുഴുവൻ യേശുവിന് വേണ്ടി നിന്നോളാം. ഒരു കാര്യം കൂടെ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയൊക്കെ തിരിച്ചു വരും. ഒരു സമയത്ത് എല്ലാം ഉണ്ടായിരുന്നു. ഓ, ഇവനാ കൊണ്ടുവന്നേ. നിന്റെ പേരെന്തുവാ? സജി. നിന്നെ ദൈവം അനുഗ്രഹിക്കണം. ഇവരിവിടെ കൊണ്ടുവന്നില്ലേ, അതിനെ ദൈവം ഒരു ദൂത് പറഞ്ഞ് കേൾപ്പിക്കുക. ദൈവത്തിന് വേണ്ടി നിൽക്കണം. നിൽക്കുമല്ലോ. ഭയങ്കര ദേഷ്യമാക്കാം. നമുക്കാണോ ദേഷ്യം കുറയണം. ദേഷ്യം ഒരു വലിയ പ്രശ്നമാണ്. ഈ ദേഷ്യം സ്വാഭാവിക ദേഷ്യമല്ല. സത്യമില്ല. ഞങ്ങൾ തമ്മിൽ 20 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വഴക്കം. പക്ഷെ ഈ 2 മാസമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ സ്വസ്ഥതയെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ല. നിങ്ങളൊന്ന് കൈയടിച്ച് യേശുവെ നിങ്ങൾ കേൾക്കുന്നില്ലേ? ഞാനിവരെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്കിവർ ആരാന്ന് അറിയത്തില്ല. പക്ഷെ യേശു എന്നോട് പറഞ്ഞു, ഇവരൊരു കൊച്ചിനെ കൊണ്ടാണ് ഇവിടെ വന്നേ. ആ കൊച്ച ഉന്നതങ്ങളിലെത്തും. ഇവിടെ താഴെ നിർത്തണം. മോളെ നീ താഴെ നിൽക്ക്. അശ്വതി എന്നെ നോക്കുന്നത് നിന്നെ പോലെ സുന്ദരി മോളുണ്ട് എനിക്ക് കേട്ടോ. നീ സുന്ദരി മോളാ. ഇവിടെ നോക്കേ, എന്നെ നോക്ക്. നേരം ഇന്ന് രാവിലെ അശ്വതി അത്ഭുതമായിട്ട് മാറാൻ പോവാ. ഇവിടെ പഠിക്കാൻ സമ്മതിക്കാത്ത, ജീവിക്കാൻ സമ്മതിക്കാത്ത ദുഷ്ടവ്യാപാരത്തോട് യേശുവിന്റെ നാമത്തിൽ ഈ തിങ്കളാഴ്ച തൊട്ട് സ്കൂളിൽ വിടാൻ റെഡിയായോ? ഇനി നമുക്ക് തടസ്സം ഉണ്ടാവില്ല. അവൾ IPS കാരിയാവും. യേശു അതിനു വേണ്ടിയുള്ള യേശുവിന്റെ നാമത്തിൽ സ്വർഗത്തിനും ഭൂമിക്കും പാതാളത്തിനും സകല അധികാരവും പ്രാപിച്ച യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയുക, ഈ കുഞ്ഞ് യേശുവിന്റെ വകയാ. ഒരു ദുഷ്ടശക്തി അവളെ തുടരുക. ഇന്നു മുതൽ ഇവളുടെ മേൽ ദൈവത്തിന്റെ ശക്തിയും സാന്നിധ്യവും വ്യാപരിക്കും. ഇവളെ ഒന്നിനും തടയാൻ പറ്റുകയില്ല. ഇവളെ യേശുവിന്റെ അത്ഭുതമായിട്ട് മാറും. ഞാൻ ഇവളെ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. അശ്വതി എന്നെ നോക്ക്. നീ സുന്ദരി കുട്ടിയാ. നമ്മള് പഠിക്കാൻ പോകാൻ തുടങ്ങുക കേട്ടോ. തരാൻ സ്കൂളിൽ പോലെ IPS കാരി ആവണ്ടേ? ആഗ്രഹം IPS ആവണ്ടേ?